വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് അല്ലേ വന്നിരിക്കണേ. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടാ. ഇന്ന് ഞങ്ങൾ എവിടെയാ നിക്കണത്? എവിടെയാ നമ്മൾ നിക്കണേ? ഫ്രിഡ്ജിലോ? ഫ്രിഡ്ജ് ബാക്കിലല്ലേ? നമ്മള് കിച്ചണിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ ആയി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒന്നും എല്ലാവർക്കും അറിയണ്ടായിരിക്കും. മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കാം മേ ബി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഓരോ സംസാരിക്കുമ്പോഴേ അധികം പേര് കേട്ടിട്ടില്ല. മീൻസ് ഞാൻ സംസാരിക്കുന്ന കുറച്ച് പേരില് അവരൊന്നും അറിയില്ല, ഈ ഒരു ഐഡിയ അറിയില്ല. അപ്പൊ ഇങ്ങനെ അറിയാത്തവർക്ക് ഒരു ഉപകാരപ്പെടും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ പിന്നെ അങ്ങനെ കാണിച്ചു തരാം. സംഭവം വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം. എന്താണെന്നറിയോ? നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന സംഭവമാണല്ലേ, കൂർക്കയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മൾ ഈ ഡിസംബർ ജനുവരി സമയത്തൊക്കെയാണല്ലോ ഇത് നമ്മൾ പറമ്പിൽ നിന്ന് കൂർക്കൊക്കെ അല്ലേ എടുത്തിട്ട് വരിക. സംഭവം തിരുവാതിരയൊക്കെ ആകുമ്പോൾ കൂർക്ക നമ്മൾ തിരുവാതിര സമയത്ത് ഉപ്പേരി അതുപോലെ പുഴുക്ക് ഇതിലൊക്കെ ഇടൂല. ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പം ഇത് കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പറമ്പിലുണ്ടായ സംഭവമാണ്. അപ്പം അത് നേരെയൊക്കെ എന്നുള്ളതാണ് വലിയ ടാസ്ക്. കഴിക്കാൻ വളരെ ഇഷ്ടമാണെങ്കിലും നേരെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അധികം പേര് ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴേ അമ്മയൊക്കെ ഇത് വലിയ എന്താ പറയാ ചാക്കിലോ അല്ലെങ്കിൽ തുണിയിലൊക്കെ കെട്ടി നന്നായിട്ട് ഇങ്ങനെ അടിച്ച് കുറേ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കി കത്തി വെച്ച് ചുരണ്ട്. ഇത് ഫുള്ള് കത്തി വെച്ച് ഇപ്പൊ വിനോദിന്റെ വീട്ടിലൊക്കെ വിനോദിന്റെ അമ്മയൊക്കെ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഇപ്പൊ കുറച്ചൊക്കെ, ഒരുപാടൊന്നുമില്ല, കുറച്ച് ഒരു ദിവസം ഒരു നേരത്തേക്കുള്ള ഉപ്പേരിയൊക്കെ ആണെങ്കിൽ വേഗം കൂർക്കെടുക്കുന്നു ഇങ്ങനെ ചുരണ്ടും. അപ്പൊ ആ ചുരണ്ടി കഴിഞ്ഞ കയ്യിലൊക്കെ നമുക്ക് കറയില്ല. ഇപ്പൊ തന്നെ ഞാൻ പിടിച്ച് കണ്ടില്ലേ ഇങ്ങനെ കറ വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് പണി തീരും വേണം. അത് കുറെ നേരം അങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാച്ചാല് ഇത് കുക്കറിലിട്ട് ഒരു വിസിൽ കൊടുക്കും. അതിനുശേഷം നമ്മൾ പൊട്ടാറ്റോ ഉണ്ടാക്കില്ലേ, നമ്മൾ വിസിലടിച്ച് നമ്മൾ തൊലിയൊക്കെ കളയും. ആ തൊലി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിസിലത് മാറിയതിന് ശേഷം ഞാൻ ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മാറ്റുമ്പോഴേക്കും തൊലി മാറും. അപ്പൊ കയ്യിൽ കറിയോ കാര്യങ്ങളോ ഒന്നും ആവില്ല. എന്നിട്ട് നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് ചെറിയുള്ളി ചതച്ച് ഇത് നന്നായി പുരട്ടി നമ്മൾ ജസ്റ്റ് തോരൻ ഉപ്പേരി ഉണ്ടാക്കും. കൂർക്കപ്പേരി എന്നാണ് ഞങ്ങൾ പറയും. അപ്പം അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അറിയാത്തവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്യാത്തവർ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ചിലവർ വിചാരിക്കും കൂർക്കടിയും പൊട്ടാറ്റോൻ്റെ ഒക്കെ വേവ് ഒരുപോലെ ആവോ, ഇത് പ്ലീ ആവില്ലേ, ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഒരു ഡൗട്ട് വരില്ലേ. ഒന്നും ആവില്ല. വളരെ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിസിൽ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു. ഓക്കെ. അപ്പം നമ്മൾ കുക്കറിൽ നിന്ന് വിസിലൊക്കെ കളഞ്ഞ് ഇതാ ഒരൊറ്റ വിസിലേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഓവർ വേവ് ഒന്നും ആയിട്ടില്ല, എന്നാൽ കറക്റ്റാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക മാത്രമേ ഇനി വേണ്ടൂ. ഇതിൻ്റെ തൊലി നമ്മൾ പൊട്ടാറ്റോൻ്റെ തൊലി പിരിയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ജസ്റ്റ് കൈ വെച്ച് ഇനി കറയാവില്ല കേട്ടോ. ആ വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കളഞ്ഞോളാം. ഇനി ഓക്കെ, പെട്ടെന്ന് കിട്ടുന്ന വേണ്ട, വളരെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇത് നമുക്കങ്ങനെ കണ്ട വേവ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ഓവറായിട്ടില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി പെട്ടെന്ന്. ഇങ്ങനെ ചുരണ്ടി ഭയങ്കര ബുദ്ധിമുട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇനി ഇതിന്റെ പിന്നിൽ നമ്മൾ കുക്കറിൽ വേവിച്ച് ആ വെള്ളം കളഞ്ഞ് ഒക്കെ ചെയ്യുമ്പോൾ ഇനി ഇതിന്റെ ഗുണത്തിൽ കുറച്ച് കുറയോ എന്നുള്ളത് അറിയില്ല. കാരണം ആ വേവിച്ച വെള്ളത്തോടു കൂടി നമ്മൾ കളയുന്നുണ്ടല്ലോ. പക്ഷെ അതെനിക്കറിയില്ല അതിനെ കുറിച്ച്. പക്ഷെ എന്നാലും പണി ഈസി ആയിട്ട് നമ്മളിപ്പോൾ പൊട്ടാറ്റോ ഒക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. അപ്പം അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. പണി ഈസിയാണ്. കയ്യിൽ കറി ഉണ്ടാവില്ല. ഒരുപാട് നേരം ഇരുന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് എത്ര അളവുണ്ടെങ്കിൽ ഇനി എത്ര പേർക്ക് കുറേ പേരുള്ള സമയത്ത് നമുക്കിത് ചെയ്യണമെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഇതല്ല വളരെ സുഖമായിട്ട് എത്ര വേഗം കൊണ്ടെന്നറിയാം. ചെറുതാണെങ്കിൽ കുഞ്ഞു ഇത് വലുതായതുകൊണ്ട് ഒരുപാട് ഇതുണ്ട്. ഇത് ഇങ്ങനെ ഇന്ന് ചുരണ്ടണോ ആരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെയ്യുന്നവരെ സമ്മതിക്കണം അല്ലേ. അമ്മയൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ അവർക്കും ഇതുപോലെ ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം പറഞ്ഞു കഴിയും. ഈസിയായി ടെക്നിക്സ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഉപ്പേരിയൊക്കെ വെക്കട്ടെ, കഴിക്കട്ടെ.
അപ്പൊ ഇനി കൂർക്ക കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സമയം നഷ്ടമില്ല. ഇതൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ, ചുരണ്ടുന്ന പോലെ തന്നെ. ഇനി കുറെ നമുക്ക് തൊലിയിൽ പോവും, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇത് പകുതി മുക്കാലും നമ്മൾ പോവോ, ഇങ്ങനെ വെന്തുടഞ്ഞ് പോവോന്നൊക്കെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, കണ്ട എത്ര വേഗം കൊണ്ടാണ് നാം സംസാരിച്ചിരിക്കുന്ന നേരം കൊണ്ട് അത്രയും വേണ്ട. നമ്മൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കയ്യിൽ ചളിയോ ഇതൊന്നും ആവാതെ നമ്മുടെ കൂർക്ക നേരക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് ഉപ്പേരി വെക്കാൻ പോവാണ്. എന്താ ചെയ്യുകയാണെങ്കിലും നേരേക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചെയ്തു നോക്കൂ. നിങ്ങൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ കൂർക്കേനെ വലിയൊരു കഴിക്കാൻ ഇഷ്ടമായിരുന്നെങ്കിൽ അത് നേരെ വെക്കാനുള്ള മടി കാരണം കൂർക്ക കഴിക്കാതിരിക്കുന്നവരടുത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ് ഇത് മാത്രമാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കാൻ നോക്കട്ടെ. അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, അറിയാത്തവർക്ക്. അപ്പം ഇതിലും ഈസി മെത്തേഡ് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണല്ലോ, എനിക്കറിയാത്ത സംഭവങ്ങളാണെങ്കിൽ എനിക്കത് ട്രൈ ചെയ്യാറ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ബൈ ബൈ.